Hello, my dear friends. Welcome to the game Promise Pass. Promise Pass എന്ന ഗെയിം നമ്മൾ ചെയ്യുന്നത് ഗോഡ്സ് പ്രോമിസസിനെ അത് കീപ്പ് ചെയ്യാനുള്ളതാണെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് ദൈവം നൽകിയിരിക്കുന്ന ഉറപ്പാണ്. പ്രോമിസസ് എല്ലാം അൺബ്രേക്കബിൾ ആണ്. ദൈവം നൽകിയിരിക്കുന്ന പ്രോമിസസ് ഒരിക്കലും ബ്രേക്ക് ആയി പോകാറില്ല. അത് നെവർ ഫെയിലിംഗ് ആണ്. അത് കൂടാതെ വളരെ ഫെയ്ത്ത്ഫുള്ളായി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് ഗോഡ്സ് പ്രോമിസസ്. അങ്ങനെയെങ്കിൽ രണ്ട് ഗ്രൂപ്പായി നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ഗോഡ്സ് പ്രോമിസ് പാസ് ഗെയിം ആണ് പ്രോമിസ് പാസ്. എങ്ങനെയാണ് ഈ ഗെയിം ചെയ്യുന്നത്? ഇതിന് രണ്ട് ഗ്രൂപ്പിനെയും രണ്ട് ലൈനായിട്ട് നേരെ നിർത്താം. പള്ളിയിലാണ് നടത്തുന്നതെങ്കിൽ ബെഞ്ചുകൾക്കിടയിൽ രണ്ട് ഭാഗത്ത് ലൈനായിട്ട് നിർത്താം. കൊച്ചു കുഞ്ഞുങ്ങളെ 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ മുതിർന്ന ഒരാളുടെ ഒപ്പം കൂടെ നിർത്താം. കുഞ്ഞുങ്ങളെ ബെഞ്ചിലോട്ട് കയറ്റി ഒരാളുടെ കൂടെ നിർത്തിയാൽ മതിയാവും. എങ്ങനെയാണ് ഈ ഗെയിം ചെയ്യുന്നത്? ഫ്രണ്ടിൽ ഒരാൾ ബൈബിൾ കൊണ്ട് നിൽക്കുന്നു. ബൈബിൾ കൊണ്ട് നിൽക്കുന്ന ആണ് ഈ പ്രോമിസസ് കണ്ടുപിടിക്കേണ്ടത്. ലീഡർ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ലീഡറായിട്ട് നിൽക്കുന്ന ആള് ബൈബിളിലെ ഒരു ഭാഗം പറയുന്നു. അതിനകത്തൊരു പ്രോമിസ് ഉണ്ട്. ആ പ്രോമിസ് എന്താണെന്ന് ഫ്രണ്ടിൽ നിൽക്കുന്ന 1-2 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ക്രമീകരിക്കാം. 2 ഗ്രൂപ്പിലും 2 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. അവര് നമ്മൾ കൊടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗത്തിലെ പ്രോമിസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച ശേഷം അത് ബ്രേക്ക് ആകാതെ ഏറ്റവും പുറകിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രോമിസസ് അൺബ്രേക്കബിൾ ആണ്. അത് നെവർ ഫെയിൽ ആണ്. വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അൺബ്രേക്കബിൾ ആയിരിക്കണം, നെവർ ഫെയിൽ ആയിരിക്കണം, ഫെയ്ത്ത്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. റൈറ്റ്? അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഗെയിമാണ്. ഫ്രണ്ടിൽ നിന്ന് പറയുന്നു, പാസ് ചെയ്ത് ഏറ്റവും പുറയിൽ ചെന്നെത്തുന്നു. ഏറ്റവും പുറകിലത്തെ ഏത് ഗ്രൂപ്പിലെ ആളാണ് ആദ്യം വന്ന് അത് ഫ്രണ്ടിൽ നിന്ന് ആ പ്രോമിസ് കറക്റ്റ് ആയിട്ട് പറയുന്നത്. തെറ്റുകയാണെങ്കിൽ വീണ്ടും ചെയ്യിപ്പിക്കണം. അൺബ്രേക്കബിൾ ആവുകയാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു ചെല്ലുമ്പോൾ വേറൊരു സാധനമായിരിക്കും വരുന്നത്. അതുകൊണ്ട് അൺബ്രേക്കബിൾ ആകാതെ ഏറ്റവും ഭംഗിയായി പുറകിൽ നിൽക്കുന്ന ആൾ ആദ്യം ഏത് ഗ്രൂപ്പാണോ വന്ന് കറക്റ്റായിട്ട് ആ പ്രോമിസ് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് 100 പോയിന്റ് കിട്ടും. സോ ഞാൻ ഒരു 10 പ്രോമിസസ് ഈ തരത്തിൽ ചെയ്യാൻ പറ്റുന്ന 10 പ്രോമിസസ് ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഈ പ്രോമിസസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഈ ഭാഗത്തെ പ്രോമിസ് എന്താണ്? നിനക്ക് മുട്ടുണ്ടാകത്തില്ല എന്നുള്ളതാണ്. ഒരു വാക്യത്തിനകത്ത് കുറെ സംഗതികളാണ്. ഒരു കണ്ടീഷനും കാണും, ഒരു പ്രോമിസും കാണും. പക്ഷെ ആ പ്രോമിസ് ആണ് കണ്ടുപിടിച്ച് പറയേണ്ടത്. സോ എനിക്ക് മുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ പാസ് ചെയ്ത് അവസാനം വന്ന് പറയേണ്ടത്. യഹോവ എൻ്റെ ഇടയനാവുന്നു, അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകില്ല. ഇനി 10 പ്രോമിസസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപയോഗിക്കണം. ഏറ്റവും ഭംഗിയായി ഇത് ഉപയോഗിച്ച ശേഷം എങ്ങനെ ചെയ്യുന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. സോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ, ഏറ്റവും ഭംഗിയായിരുന്നോ, ഇത് നമ്മുടെ തീമുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്നുള്ളത് കമന്റ് ഇടാൻ മറന്നുപോയത്. അടുത്ത ദിവസങ്ങളിലെ ഗെയിംസ് വീണ്ടും വരും. താങ്ക് യു വെരി മച്ച്. ബൈ.